എൻ്റെ പ്രഗ്നൻസിയിലെ 9 മന്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തോട്ടുള്ള ഇന്ന് വരെയുള്ള ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു പോയിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു ചെറിയ അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. ഇതുവരെ വന്ന എല്ലാ സ്കാനിങ്ങിനും ഞാനും ഹസ്ബൻഡും ഒന്നിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ചില സ്കാനിങ്ങുകളൊക്കെ ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് കാണാനും പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കണ്ട ഞങ്ങളുടെ കുട്ടിയുടെ ആദ്യത്തെ സ്കാനിങ് 3rd മന്തിലെ സ്കാനിങ് ആയിരുന്നു. അതിപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇന്നിപ്പോൾ 9 മന്തിലെ സ്കാനിങ്ങിന് ഹോസ്പിറ്റലെത്തിയപ്പോൾ അതെല്ലാം പെട്ടെന്ന് കടന്നുപോയ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുവരെ പോയ ഹോസ്പിറ്റലും കാണിച്ച ഡോക്ടറെ മാറ്റുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. എന്നെ ഡോക്ടറെ കണ്ടതിന് ശേഷം എനിക്ക് ആ ടെൻഷനൊക്കെ മാറിക്കിട്ടി. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഡോക്ടർ എനിക്കന്ന് PV ചെയ്തു. പിന്നീട് കുറച്ച് നേരം ഒരു കിളി പോയ അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ ഒരു ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും അത് കഴിഞ്ഞ് ഒരു സ്കാനിങ്ങും ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് സ്കാനിങ്ങിന് വെയിറ്റ് ചെയ്യാണ്ട് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു. ഫുഡിൽ പിന്നെ മാറ്റമൊന്നുമില്ല, എന്നത്തെയും പോലെ സദ്യ തന്നെ കഴിച്ചു. അത് കഴിഞ്ഞ് വന്ന് സ്കാനിങ് ചെയ്തു. റിസൾട്ട് കിട്ടിയപ്പോൾ ചെറിയൊരു ഇൻഫെക്ഷൻ്റെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും യൂറിൻ എടുത്ത് കൾച്ചറൽ ടെസ്റ്റിന് കൊടുത്തു. പക്ഷെ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ 5 ദിവസം പിടിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അതും കഴിഞ്ഞ് ഹോസ്പിറ്റൽ വിട്ടു. പിന്നീട് ബേബിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിക്കാനായി ഒരു ഷോപ്പിൽ കയറി. ബേബിക്കും എനിക്കും വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലിലേക്കുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു പോയത്. അങ്ങനെ ഞങ്ങളുടെ ബേബിക്കുള്ള ആദ്യത്തെ ഷോപ്പിംഗ് ആയിരുന്നത്. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് സാധനങ്ങളെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഹോസ്പിറ്റൽ ബാഗിലേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ പൗഡർ, ക്രീം, സോപ്പ് ഇതൊന്നും കുട്ടിക്ക് പെട്ടെന്ന് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും ഞാൻ ഇപ്പോൾ വാങ്ങിക്കുന്നില്ല. പിന്നെ എനിക്ക് അത്യാവശ്യം വേണ്ട 2-3 ഫീഡിങ് ഫ്രണ്ട്ലി കുർത്തികൾ നോക്കിയിട്ട് ഷോപ്പിംഗ് തൽക്കാലത്തേക്ക് പര്യവസാനിപ്പിച്ചു.